മൊബൈലൊക്കെ വന്ന് സ്വന്തമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പഠിച്ചത് പിന്നെ നമ്മളെപ്പോഴും സെൽഫികളുടെ ആരാധകരാണ്. ഏത് കാഴ്ചകൾ കണ്ടാലും നമ്മൾ അവയെ പിന്നിലാക്കി നമ്മളുടെ മുഖം ഒന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഞാനും നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ഫിനിഷിംഗ്. ഇങ്ങനൊരു യാത്ര പോകാനായിട്ട് വളരെയേറെ ഭാഗ്യം ചെയ്യണം. കാരണം നമ്മുടെ ആരുമേ അല്ലാത്ത വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ച് വൃദ്ധസാധനങ്ങൾ എത്തിച്ച നമ്മുടെ അച്ഛനമ്മമാരെയും നമ്മുടെ സഹോദരിമാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി ഒരു പകൽ മാറ്റിവെക്കാൻ സന്മനസ് കാണിച്ച റോട്ടറി ക്ലബ്ബും അതിൻ്റെ ഭാരവാഹികൾ, നഗരസഭാ കൗൺസിലേഴ്സ്, വയോമിത്രം പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സ്, നഴ്സസ്, അവരോടൊപ്പം തന്നെ എനിക്കും കിട്ടിയ ഒരു ചാൻസിന് ആദ്യമായിട്ട് നന്ദി പറയുവാണ്. നമ്മളിപ്പോൾ ആലപ്പുഴ ഫിനിഷിംഗ് പോയിൻറ്റിലാണ്. അവർ ഓരോരുത്തരെയായിട്ട് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് കയറ്റുകയാണ്. ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ ആലപ്പുഴ ഫിനിഷിംഗ് പോയിൻറ്റ്. എല്ലാ ജലമേളകളും നടക്കുന്നത് ഇവിടെയാണ്. ഇന്നത്തെ പ്രിയപ്പെട്ട താരങ്ങൾ ഇവരൊക്കെ തന്നെയാണ്. അവരെ ഏറ്റവും വിശിഷ്ടരായിട്ട് കണ്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സൗമ്യ രാജും മറ്റുള്ളവരും അവരുടെ മനസ്സിന് നമ്മളുടെ കടമയാണ്. എന്നാൽ പോലും ആ കടമ നിർവഹിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഒപ്പം നമ്മൾക്ക് ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ നിമിഷമാണ് വലുത്. നാളെ നമ്മൾക്ക് ഒരു അന്യലോകത്ത് നമ്മൾക്ക് വലിയ സ്വർഗം കിട്ടും എന്നൊന്നും ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാതെ, അതിനുവേണ്ടി പ്രയത്നിക്കാതെ ഈ നിമിഷത്തിനെ എങ്ങനെ സാർത്ഥകമാക്കാം എന്ന് മാത്രമായിരിക്കണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇന്ന് ഈ നിമിഷം നമുക്ക് ഒരിക്കലും പിന്നീട് കിട്ടുകയില്ല. ഈ നിമിഷം എങ്ങനെ അർത്ഥവത്താക്കാം, അത് മറ്റുള്ളവർക്ക് നമ്മളുടെ ഒരു പുഞ്ചിരി കൊണ്ട്, നമ്മളുടെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം തരാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വലിയൊരു കടമ അല്ലെങ്കിൽ വലിയൊരു പ്രവർത്തനം എന്നത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ചടങ്ങ് ഔദ്യോഗികമായി വഴിതെറ്റി വന്ന പാദങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ ആളില്ലാതെ വരിക, സമയം കൊടുക്കാൻ ആളില്ലാതെ വരിക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ അവരെ കേട്ടു, അവരുടെ പാട്ട് കേട്ടു, അവരുടെ കാഴ്ചകളും വിശേഷങ്ങളും അവരുടെ ചിരികളും കയ്യടികളും മാത്രമാണ് നിങ്ങളെല്ലാവരും ലക്ഷ്യം. അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്ന എല്ലാ സമൂഹത്തിലെ എല്ലാ ഉന്നതരായ ആളുകളെയും ഒക്കെ ഞാൻ ഏറെ ബഹുമാനത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ആ പാട്ടുകളും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു.
ഒരേ സമയം ഏറെ സന്തോഷവും അതിനോടൊപ്പം തന്നെ പിരിഞ്ഞു പോരുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നിയൊരു യാത്രയായിരുന്നു. കാരണം നമ്മളുടെ ഓരോ പ്രിയപ്പെട്ട അച്ഛനും അമ്മയൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്, സഹോദരിമാരൊക്കെ. അവരെ കേൾക്കാൻ ആരുമില്ല. ഒറ്റപ്പെടലിൻ്റെ വേദനകൾ അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു സങ്കടം മനസ്സിലാകുകയുള്ളൂ. എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മമാരും ഇന്ന് വരും, ഇന്ന് എന്നെ വിളിക്കാൻ വരും എന്നൊക്കെ പറയുക, എന്നെ കാണാനായിട്ട് വല്ലപ്പോഴും വരിക എന്നൊക്കെ പറയുക, അതൊക്കെ ചെയ്യുന്നത് വളരെ വേദനാജനകമാണ്. അതിനോടൊപ്പം അച്ഛന്മാർ, പ്രത്യേകിച്ചും ഭാര്യമാർ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരൊക്കെ അവരുടെ ആൺമക്കളും അവർക്ക് ഭാര്യമാർ വരുമ്പോൾ ഉപേക്ഷിക്കുന്ന കാഴ്ചകളൊക്കെയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾക്കും ഇതേ അവസ്ഥകൾ വരാം. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവരുടെ ആ ഒരു പ്രിയപ്പെട്ട അവർക്ക് അവശത അനുഭവിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. അവരെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ ആ ഒരു വികാരങ്ങൾ മനസ്സിലാക്കി അവരെ വല്ലപ്പോഴുമെങ്കിലും കാണാൻ വരിക. പ്രതീക്ഷ കൊടുക്കുക. ഇവരുടെ പ്രതീക്ഷകളാണ് മുന്നോട്ട് ജീവിപ്പിക്കുന്നത്. അല്ലാതെ ഈ കൊടുക്കുന്ന സൗകര്യങ്ങളോ ഭക്ഷണമോ ഒന്നുമല്ല അവരുടെ പ്രിയപ്പെട്ട വരവിനായിട്ടാണ് അവർ കാത്തിരിക്കുന്നത്.